ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പാലക്കാട് RSS പ്രവർത്തകനായ രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ജാമ്യം നൽകിയതിൽ ഹൈക്കോടതിക്ക് വലിയ പിഴവ് പറ്റിയെന്നാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ആരോപണം. ഓരോ പ്രതിയുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നു എന്നും 17 പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം അനുവദിച്ചതിൽ പിഴവുണ്ടായെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. ഹൈക്കോടതി കേസിലെ 17 പ്രതികൾക്കും ഒരുമിച്ച് ജാമ്യം നൽകിയതിനെ ചോദ്യം ചെയ്തത് NIA ആണ്. ഈ NIA തന്നെയാണ് ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംശയം ഉന്നയിച്ച് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. ഇതിനു പുറമെ കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചവരും സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ജാമ്യത്തിനെതിരെ NIA സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതി പ്രതികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തു. കേസിൽ 9 പ്രതികൾ ഒഴികെ 17 പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകർക്കാണ് ഹൈക്കോടതി ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചത്. ശ്രീനിവാസന്റെ കൊലപാതകത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുക എന്ന അജണ്ടയ്ക്ക് തടസ്സം നിൽക്കുന്നവരെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ രീതി. ഇതിനായി തയ്യാറാക്കിയ പട്ടികയിൽ നിന്നാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് എന്നും NIA കോടതി അറിയിച്ചു. ഭീകരപ്രവർത്തനം നടത്തുന്ന പല അന്താരാഷ്ട്ര സംഘടനകളുമായും പോപ്പുലർ ഫ്രണ്ടിന് ബന്ധമുണ്ടെന്നും NIA ചൂണ്ടിക്കാണിച്ചു. ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ UAPAയുടെ പരിധിയിൽ വരുമെന്നും NIA ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ജാമ്യം ലഭിക്കാതെ ജയിലിലുള്ള 7 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. പ്രതികൾക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഇവർക്ക് ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കും എന്ന പ്രോസിക്യൂഷൻ വാദം പരിഗണിച്ചാണ് ഉത്തരവ്. ഈ രഞ്ജിത്ത് ശ്രീനിവാസനെ വളരെ നാടകീയമായി സിനിമകളെ പോലും വെല്ലും, നമ്മൾ ഒരുപാട് സൈക്കോ സിനിമകൾക്കൊക്കെ സാക്ഷിയായിട്ടുണ്ടല്ലോ, അതിനെയൊക്കെ വെല്ലുന്ന തരത്തിലായിരുന്നു 17 അംഗ സംഘം രഞ്ജിത്ത് ശ്രീനിവാസന്റെ വീട്ടിലേക്ക് ഇരച്ചു കയറുകയും ഈ ഒരു വ്യക്തിയോട് ചെയ്ത ക്രൂരതയും. ആ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഒരിക്കലും തൻ്റെ കൺമുമ്പിൽ നിന്ന് ആ ദൃശ്യം മാഞ്ഞു പോകത്തില്ല. കൺമുമ്പിൽ നിന്ന് മാഞ്ഞാലും മനസ്സിൽ കരിങ്കല്ലിൽ കൊത്തിയതുപോലെ തന്നെ ഉണ്ടാകും ആ രീതി. ഇതിനോട് അന്ന് തന്നെ സന്ദീപ് വചസ്പതി വളരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ഇത് വെറും ഒരു പ്രതികാരമായിരുന്നില്ല. മതത്തിന്റെ പേരിലാണോ, രാഷ്ട്രീയത്തിന്റെ പേരിലാണോ, അതോ തന്നെ എതിർക്കുന്ന ഏതൊരു ശക്തിയെയും ഇല്ലാതാക്കണം എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം? ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് ഈ വിഷയത്തിൽ. ഇത്രമാത്രം ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു തെളിവുകൾ അല്ലെങ്കിൽ ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു വാദമുഖങ്ങൾ ഉന്നയിക്കാൻ സാധിച്ചത് അത് വലിയ തോതിൽ അപ്രിസിയേഷൻ അർഹിക്കുന്നതല്ലേ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇതൊരു പ്രതികാര കൊലപാതകമെന്ന് ഇതിനെ കാണാൻ സാധിക്കില്ല. കാരണം ഇത് ചേർത്തലയിലുള്ള നന്ദു എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകൻ ഈ സംഭവത്തിന് 6 മാസം മുൻപ് കൊല്ലപ്പെട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ കേസുകളെല്ലാം തന്നെ പരസ്പരം ബന്ധമുള്ള കേസുകളാണ്. ആലപ്പുഴ ജില്ലയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഉടനീളമുള്ള സംഘപരിവാർ പ്രവർത്തകർക്ക് കൊല്ലപ്പെടേണ്ടവരാണ്. അവരെ പട്ടിക തയ്യാറാക്കി കൊല്ലുന്നു. അതാണ് സംഭവിച്ചത്. അതിലൊരു പേരുകാരനായിരുന്നു നന്ദു. നന്ദുവിനെ വധിച്ചതിന് ശേഷമാണ് രഞ്ജിത്തിനെ കൊലപ്പെടുത്തുന്നത്. അപ്പൊ ഇത് ഏതെങ്കിലും ഇമ്മീഡിയറ്റ് ആയിട്ടുണ്ടായ പ്രൊവോക്കേഷന്റെ ഭാഗമാണ് രഞ്ജിത്തിന്റെ കൊലപാതകം എന്ന വാദം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നന്ദുവിന്റെ കൊലപാതകം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? അതിനും ഒരു 3 വർഷങ്ങൾക്ക് മുൻപ് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ വിശാൽ എന്ന് പറയുന്ന ഒരു ABVP പ്രവർത്തകനെ ഇതേ ആൾക്കാർ തന്നെ കൊലപ്പെടുത്തി. അത് എന്ത് പ്രകോപനത്തിന്റെ പേരിലായിരുന്നു? അപ്പൊ ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായ കൊലപാതക പരമ്പരകൾ സൃഷ്ടിക്കുക എന്നത് ഇവരുടെ ഒരു അജണ്ടയായിരുന്നു. അതിനിടയിലാണ് മുമ്പ് പറഞ്ഞതുപോലെ ഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത്. തുടർച്ചയായ 3 കൊലപാതകങ്ങൾ ആലപ്പുഴ ജില്ലയിൽ സീരിയസ് ആയി നടക്കുകയാണ്. അപ്പൊ അതിന്റെ അർത്ഥം ആലപ്പുഴ ജില്ലയിൽ പ്രവർത്തിക്കുന്ന സംഘപരിവാർ പ്രവർത്തകരെ കൊലപ്പെടുത്തണം എന്നത് ഇവരുടെ അജണ്ടയായിരുന്നു. അതിന്റെ ഭാഗമാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകം. അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ ഷാൻ കൊല്ലപ്പെട്ടതിന്റെ റിട്ടാലിയേഷൻ ആണെന്ന് നമുക്കിതിനെ ലളിതമായി വ്യാഖ്യാനിക്കാൻ പറ്റില്ല. നടന്ന സംഭവങ്ങൾ അടുത്തടുത്താണ് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ വയലാർ നന്ദുവിന്റെ കൊലപാതകമുണ്ട്. ഇതേ ആൾക്കാർ തന്നെയാണ് കൊലപ്പെടുത്തത്. അതിൽ ആരോപണ വിധേയനായിരുന്നു ഷാൻ എന്ന് പറയുന്ന ആ കൊല്ലപ്പെട്ട ആൾ. അപ്പൊ അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ നമുക്കറിയാം, നമ്മൾ കേട്ടതല്ലേ കേരളത്തിലെ മുദ്രാവാക്യങ്ങളൊക്കെ, അവരും മലരും കുന്തിരിക്കവും കരുതി വെക്കാൻ മുദ്രാവാക്യം ഒഴുകിയത് ആലപ്പുഴയിലാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിലേക്കുള്ള വഴി ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞത് ആലപ്പുഴയിലാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അധികരിച്ചു വരുന്ന മത തീവ്രവാദത്തിന്റെ ഇര തന്നെയാണ് രഞ്ജിത്ത് ശ്രീനിവാസൻ. അല്ലാതെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ റിട്ടാലിയേഷന്റെ ഭാഗമായി കൊല്ലപ്പെട്ട ആളല്ല. ആരും കൊല്ലപ്പെടാം. ഇപ്പൊ പോലീസ് കണ്ടെത്തിയിട്ടുള്ള ലിസ്റ്റിൽ ആലപ്പുഴ ജില്ലയിലെ പ്രമുഖരായ BJP RSS നേതാക്കന്മാരുടെ എല്ലാം പേരുകളുണ്ട്. അവരൊക്കെ ഏതെങ്കിലും സന്ദീപ് വചസ്പതി താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ ആരും കൊല്ലപ്പെടാമെന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായെങ്കിൽ അതിന് കോടതി നൽകുന്ന കൃത്യമായ സന്ദേശമായി വിധി മാറുന്നില്ലേ? തീർച്ചയായും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ സ്വാഭാവികമായി നമുക്കറിയാം കണ്ണൂരടക്കമുള്ള നിരവധി കൊലപാതകങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷെ അതിൽ പലതും പലപ്പോഴും ഉണ്ടാകുന്ന ഇമ്മീഡിയറ്റ് പ്രൊവോക്കേഷൻ അല്ലെങ്കിൽ മുമ്പ് നമ്മൾ സൂചിപ്പിക്കുന്ന പോലെ പൊളിറ്റിക്കൽ റിട്ടാലിയേഷൻ എന്ന തരത്തിലുണ്ടായ കൊലപാതകങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതങ്ങനെയല്ല. സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു ജില്ലയിലെ കൊല്ലപ്പെടേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുക. 1, 2, 3, 4. അതിൽ ആദ്യ പേരുകാരനെ ആദ്യം കൊല്ലുക. അതിന് റിട്ടാലിയേഷൻ ഉണ്ടായി മിനിറ്റുകൾക്കകം അടുത്തയാളെ കൊലപ്പെടുത്തുക. അതിന് മുൻപ് കോളേജിൽ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുക. ഇങ്ങനെ എത്ര
എത്രയെത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് കേരളത്തിലെ ഒരു രീതിയിലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരമാണ്, അല്ലെങ്കിൽ മത തീവ്രവാദം കേരളത്തിൽ പിടിമുറുക്കുന്നതിന്റെ ലക്ഷണമാണ്. അത് തിരിച്ചറിഞ്ഞാണ് കോടതി വളരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ആ പ്രതികൾ അർഹിക്കുന്ന ശിക്ഷ. ഇപ്പോൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പ്രതികരണങ്ങളൊക്കെ ഞാൻ നോക്കുകയായിരുന്നു. അതിലും അവർക്ക് പശ്ചാത്താപവുമില്ല. അത് ഇപ്പോൾ വന്ന നിങ്ങളുടെയൊക്കെ വാർത്തകളുടെ താഴെ വരുന്ന കമന്റുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ച് തന്നെയാണ് ഇതിന് ഇറങ്ങിയത്, ഇനിയും ഇത്തരം തിരിച്ചടി ഉണ്ടാകുമെന്ന് വീരവാദം മുഴക്കുന്നവരെ ഇപ്പോഴും നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാം. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ പൊതുരംഗത്തെ വർഗീയവൽക്കരിക്കാൻ അല്ലെങ്കിൽ മത തീവ്രവാദത്തിന്റെ പിടിയിൽ അമർത്താൻ ഒരു സംശയവുമില്ല. സന്ദീപ് വചസ്പതി മാസങ്ങൾക്ക് മുമ്പ് ഈ വിഷയം നടക്കുന്ന സമയത്തുള്ള പ്രതികരണമായിരുന്നു ഇത് എത്രമാത്രം നമ്മുടെ നാട്ടില് പ്രതികാര ചിന്തയും മത തീവ്രവാദവും യുവാക്കളിൽ രൂഢമൂലമായിരിക്കുന്നു എന്ന്, അത്തരം ഭീകരമായ ഒരു സാഹചര്യത്തിലാണ് ഈ കേരളം പോകുന്നത് എന്ന് കാണിച്ചു കൊടുക്കുന്നതാണ്. 10-17 ആളുകൾ ചേർന്ന് പരസ്പരം ഇവർക്കാർക്കും തിരിച്ചറിയില്ല അത്രേ. അപ്പോൾ ഇവർ ഏത് നാട്ടുകാരാണ്? ആരാണ് ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട കണ്ണികൾ? ആരാണ് ഇവർക്ക് നിർദ്ദേശം നൽകുന്നത്? ആ ഹിറ്റ് ലിസ്റ്റ് ഇടുന്നത് ആരാണ്? ഹിറ്റ് സ്ക്വാഡിനെ രൂപീകരിക്കുന്നത് ആരാണ്? അവർക്ക് വേണ്ടുന്ന ക്ലസ്റ്റർ മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുന്നത് ആരാണ്? ഇവരെ ഗൈഡ് ചെയ്ത് ഇന്ന ആൾ ഇന്നതൊക്കെ ചെയ്തോ, ഇന്ന ആൾ ഇന്നതൊക്കെ ചെയ്തോ, എന്നിട്ട് നീ ഇന്നടത്തേക്ക് പോയിക്കോ, അവിടെ നിന്നെ രക്ഷപ്പെടുത്താൻ ആളുണ്ട്. അപ്പോൾ ചെറിയ ഹോംവർക്ക് അല്ല ഇതിന് പിന്നിൽ. ഇവരെടുത്തിരിക്കുന്ന എഫേർട്ട് ചെറുതല്ല. ഏതാനും ദിവസങ്ങൾ കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഹിറ്റ് ലിസ്റ്റ് അല്ല ഇത്. 1, 2, 3 എന്ന ക്രമത്തിൽ ആരൊക്കെയാണ് നാളെ സൂര്യപ്രഭാതം കാണേണ്ടത്? ആരൊക്കെയാണ് നാളെ സൂര്യപ്രകാശം കാണേണ്ടാത്തവർ? ഇങ്ങനെ ലിസ്റ്റുകൾ ഇട്ട് ഓരോ മനുഷ്യനെയും കൊല ചെയ്യുന്ന സൈക്കോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സിനിമകളെ പോലും വെല്ലുന്ന ശൈലികളാണ് പോപ്പുലർ ഫ്രണ്ടും SDPIയും ഈ കേരളക്കരയിൽ കാണിച്ചു കൂട്ടിയത്. അത്രയും അവരുടെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ച ആളായിരുന്നു ഞാനും. അപ്പോൾ ഓരോരുത്തരുടെയും ഹിറ്റ് ലിസ്റ്റ് രേഖപ്പെടുത്തുമ്പോൾ, തയ്യാറാക്കുമ്പോൾ ഒരാളിന്റെ പേരെഴുതിയിട്ട് ഇവർ എന്തുകൊണ്ടാണ് കൊല്ലപ്പെടേണ്ടത്, ആരാണ് ഇയാളെ കൊല്ലേണ്ടത്, എന്തിനാണ് ഇയാളെ കൊല്ലുന്നത്, ഇതെല്ലാം എഴുതി രേഖപ്പെടുത്തി ഒരു മൊസാദിന്റെ ശൈലിയിലായിരുന്നു ഇവർ ഈ നാട്ടിൽ ഓരോന്നും ചെയ്തിരുന്നത്. ഇവരെ ഹിറ്റ് ലിസ്റ്റ് ഇട്ട് നമുക്കറിയാം. സിദ്ദീഖാപ്പനെ UPയിൽ വെച്ച് ഹദ്രാസിലേക്ക് പോയ വഴിക്ക് പിടിക്കപ്പെട്ടപ്പോൾ ആ ഫിറോസും ബദറുദ്ദീനും UP പോലീസിന് നൽകിയ മൊഴിയിൽ ഹിറ്റ് സ്ക്വാഡിന്റെ നേതാവായിരുന്നു സിദ്ദീഖാപ്പൻ. ആ സിദ്ദീഖാപ്പനാണ് ഓരോരുത്തരെ ഹിറ്റ് ലിസ്റ്റ് മാത്രമല്ല ഹിറ്റ് സ്ക്വാഡും ഉണ്ട്. അവരെ ശരിപ്പെടുത്തേണ്ടുന്ന ആളുകളാണ് ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങൾ. ആ ഹിറ്റ് സ്ക്വാഡിൽ ഇടം പിടിച്ച വ്യക്തിയായിരുന്നു ശ്രീ സിദ്ദീഖാപ്പൻ. അപ്പൊ ഇങ്ങനെ ഈ മനുഷ്യനെ ഇവർ തമ്മിൽ എന്തെങ്കിലും പൂർവ്വവൈരാഗ്യങ്ങളില്ല. അത്തരം രാക്ഷസീയമായി ആ മനുഷ്യനെ കൊല ചെയ്ത ആളുകൾക്ക് 17 പേർക്കും ഒരുമിച്ച് ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത്യപൂർവമായ വിധിയാണ് എന്ന് സുപ്രീം കോടതി വിലയിരുത്തിയത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. കോടതിക്കും തെറ്റുപറ്റിപ്പോയോ? അപ്പോൾ സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഹൈക്കോടതിയുടെ വിധി തെറ്റായിരുന്നെന്ന്. തെറ്റുപറ്റിപ്പോയെന്ന്, വിധി വീണ്ടും പുനഃപരിശോധിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു പോകുവാണ്. നമ്മൾ ഏതൊന്നിനെയാണ് വിശ്വസിക്കുന്നത് എന്ന്, നമ്മൾ ആരെ വിശ്വസിക്കണമെന്ന് നിഴലുകൾ പോലും ചതിക്കുന്നു. നമ്മളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ സംരക്ഷണം ഏറ്റെടുത്ത ആളുകൾ നമ്മുടെ കാലുവാരുന്ന രീതിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്ദി.